ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവവചനം ജോഷയുടെ പുസ്തകത്തിനുള്ള വായന. ആമുഖം. വാഗ്ദത്ത ഭൂമിയിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനോ അവിടെ കാലുകുത്തുന്നതിനോ ദൈവം മോശയെ അനുവദിച്ചില്ല. ദൂരെ നിന്ന് ദേശം നോക്കി കാണാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് നൽകുക തന്നെ ചെയ്തു. മോശയുടെ പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുത്തത് ജോഷുവയാണ്. കാനാൻ ദേശം കൈയടക്കുക, അത് ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കുക എന്നീ ശ്രമകരമായ 2 ദൗത്യങ്ങളാണ് ജോഷുവ നിർവഹിക്കേണ്ടിയിരുന്നത്. ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ചരിത്രമാണ് ജോഷുവയുടെ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്. വാഗ്ദത്ത ഭൂമി കരസ്ഥമാക്കാൻ ഇസ്രായേൽ ജനത്തെ നയിച്ച ജോഷുവയുടെ പേരിലാണ് ഗ്രന്ഥം അറിയപ്പെടുന്നത്. മോശയുടെ പിൻഗാമിയാകാനുള്ള തൻ്റെ യോഗ്യത ധീരതയിലൂടെ ജോഷുവ പ്രകടമാക്കി. കാനാൻ ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരിൽ ജോഷുവയും കാലേബും മാത്രമേ അവസരത്തിനൊത്തുയർന്നുള്ളൂ. BC 13-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇസ്രായേൽ കാനാൻ ദേശത്ത് പ്രവേശിച്ചു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. BC 6-ാം നൂറ്റാണ്ടിൽ ബാബിലോൺ വിപ്രവാസ കാലത്താണ് പാരമ്പര്യങ്ങൾ ശേഖരിച്ച് ഗ്രന്ഥകാരൻ ജോഷുവയ്ക്ക് അന്തിമരൂപം നൽകിയത്. ആശയറ്റ ജനത്തിന് പ്രത്യാശ നൽകുകയും ദൈവത്തിൻ്റെ വിശ്വസ്തത അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് ഗ്രന്ഥകാരൻ്റെ ലക്ഷ്യം. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ വായന. 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കാനാനിൽ പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. തെക്ക് വടക്ക് മരുഭൂമിയിൽ മുതൽ ലബനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. നിൻ്റെ ആയുഷ്കാലത്തിലൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ച് കൊടുക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ജോഷുവ ജനപ്രമാണികളോട് കൽപ്പിച്ചു, പാളയത്തിലൂടെ ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുവിൻ, വേഗം നിങ്ങൾക്കാവശ്യമായവ സംഭരിക്കുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോർദാൻ കടക്കണം. റൂബൻ, ഗാദ് ഗോത്രങ്ങളോടും മനാസയുടെ അർദ്ധഗോത്രത്തോടും ജോഷുവ പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥമായി വസിക്കാൻ ഒരു സ്ഥലം തരുകയാണ്. അവിടുന്ന് ഈ ദേശം നിങ്ങൾക്കും തരും എന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് പറഞ്ഞത് അനുസ്മരിക്കുവിൻ. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാനിക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ. എന്നാൽ നിങ്ങളിൽ കരുത്തന്മാർ ആയുധം ധരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പേ പോകണം.
നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നതുപോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരെ സഹായിക്കണം. അനന്തരം മടങ്ങി വന്ന് ജോർദാനിക്കരെ കിഴക്കുവശത്ത് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലത്ത് വസിച്ചു കൊള്ളുവിൻ. അവർ ജോഷുവയോട് പറഞ്ഞു, നീ കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. അയക്കുന്നിടത്തേക്കെല്ലാം ഞങ്ങൾ പോകാം. മോശെ എന്നതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിന്നെയും അനുസരിക്കും. നിന്റെ ദൈവമായ കർത്താവ് മോശയോട് കൂടെ എന്നതുപോലെ നിന്നോട് കൂടിയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആജ്ഞകൾ ധിക്കരിക്കുകയും നിന്റെ വാക്കുകളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മരിക്കണം. നീ ധീരനും ശക്തനുമായിരിക്കുക. ജോഷുവയുടെ പുസ്തകത്തിനുള്ള വായന 2-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ജെറിക്കോയിലേക്ക് ചാരന്മാർ. നൂനിൻ്റെ മകനായ ജോഷുവ ഷിത്തീമിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ, പ്രത്യേകിച്ച് ജെറിക്കോ. അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹാബിൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചു. നാട് ഒറ്റുനോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറിക്കോ രാജാവിന് അറിവ് കിട്ടി. അവൻ ആളയച്ച് റാഹാബിനെ അറിയിച്ചു, നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരുക. അവർ ദേശം ഒറ്റുനോക്കാൻ വന്നവരാണ്. ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു, ഏതാനും പേർ ഇവിടെ വന്ന് എന്നത് വാസ്തവം തന്നെ. എന്നാൽ അവർ എവിടത്തുകാരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി. അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം. അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വെച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവുവരെ അവരെ തിരഞ്ഞു. അന്വേഷകർ പുറത്തു കടന്നയുടനെ പട്ടണവാതിൽ അടയ്ക്കുകയും ചെയ്തു. കിടക്കാൻ പോകുന്നതിന് മുമ്പ് റാഹാബ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാനക്കരെ സീഹോൻ, ഓഗ് എന്ന 2 അമോര്യ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു. നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായി തീർന്നു. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവ്വം വർത്തിക്കുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവിൻ. എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ കൊടുക്കും. ഇക്കാര്യം നീ ആരോടും പറയാതിരുന്നാൽ കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ നിങ്ങളോട് കാരുണ്യത്തോടും വിശ്വസ്തയോടും കൂടി ഞങ്ങൾ വർത്തിക്കും. മതിലിനോട് ചേർത്ത് പണിതതായിരുന്നു അവളുടെ വീട്. ജനലിൽ കൂടി കയറുന്ന വഴി അവൾ അവരെ താഴേക്ക് ഇറക്കി വിട്ടു. അവൾ അവരോട് പറഞ്ഞു, തേടിപ്പോയവർ നിങ്ങളെ കണ്ടുമുട്ടാതിരിക്കാൻ നിങ്ങൾ മലമുകളിലേക്ക് പോയി അവർ തിരിച്ചു വരുവോളം 3 ദിവസം അവിടെ ഒളിച്ചിരിക്കുവിൻ. അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം. അവർ പറഞ്ഞു, ഞങ്ങളെക്കൊണ്ട് ശബ്ദം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ ഇറക്കിവിട്ട ജനാലയിൽ ചുവന്ന ഒരു ചരട് കെട്ടിയിരിക്കണം. നിന്റെ മാതാപിതാക്കളെയും സഹോദരരെയും പിതൃഭവനത്തിലെല്ലാവരെയും നിന്റെ വീട്ടിൽ വിളിച്ചു കൂട്ടണം. ആരെങ്കിലും നിന്റെ വീടിൻ്റെ പടിവാതിൽ കടന്ന് തെരുവിലേക്ക് പോകുന്നുവെങ്കിൽ അവൻ്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും. ഞങ്ങൾ നിരപരാധരും. എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും. ഇക്കാര്യം നീ വെളിപ്പെടുത്തിയാൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച ഈ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി. അവർ പോയി. ആ ചുവന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടു.
അന്വേഷകർ തിരിച്ചു വരുന്നതുവരെ 3 ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു. തിരഞ്ഞു പോയവർ വഴി നീളെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്തിയില്ല. അനന്തരം ചാരന്മാർ മലയിൽ നിന്നിറങ്ങി നദി കടന്ന് നൂനിൻ്റെ മകനായ ജോഷയുടെ അടുക്കലെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവർ പറഞ്ഞു, ആ ദേശം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. തീർച്ച അവിടുത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി.